ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനത്തിൽ നിന്നാണ്. സങ്കീർത്തനം 33-4, 5, 6. സങ്കീർത്തനം 33-4, 5, 6. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൾ നിലവിളിച്ചു, യഹോവ കേട്ടു. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. എത്ര നല്ലൊരു വചനമാണല്ലേ. കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ മക്കളോട് കർത്താവിന് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ആദ്യം നീ എൻ്റെ ശുശ്രൂഷയ്ക്കായി വരുമ്പോൾ നീ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നീ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ആദ്യം അന്വേഷിക്കുകയാണെങ്കിൽ നിൻ്റെ ഏത് ആവശ്യങ്ങളോടുകൂടെയും കർത്താവ് കൂടെ ഇരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് കൽപ്പയ്ക്ക് കൈവച്ച് പിറകോട്ട് നോക്കുന്ന ഒരു മക്കളാവരുത് നമ്മൾ. വേദപുസ്തകം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്ത്യം വരെ ചുമക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയാം, കൽപ്പയ്ക്ക് കൈവച്ച് പിന്തിരിഞ്ഞവരാരും ദൈവരാജ്യത്തിൽ കൊള്ളത്തില്ല എന്ന്. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചത്, നീ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ഒരു ദൈവമക്കളോടാണ് പറയുന്നത്. ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു വാക്ക്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. ഞാൻ ഒരു കാര്യം എൻ്റെ ദൈവത്തോട് പറഞ്ഞു, അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. കണ്ട, ദൈവത്തോട് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നൊരു ഭക്തനാണെങ്കിൽ, വിശുദ്ധിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നൊരു ഭക്തനാണെങ്കിൽ, യഹോവയോട് നീ ഏത് ആവശ്യം നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും ആ ദൈവം ആ യാചന കേൾക്കും, ആ പ്രാർത്ഥന കേൾക്കും. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. അവങ്കലേക്ക്, ക്രിസ്തുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ മുമ്പിലും അവരുടെ തല താഴുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ രാജ്യവും നീതിയാണോ അന്വേഷിച്ചത്? തീർച്ചയായും ശത്രുക്കളുടെ മുൻപേ മേശ ഒരുക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തോട് നീ ഒരു വിഷയത്തിനായി മുട്ടുമടക്കി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നിലവിളിക്ക് മുമ്പേ തമ്പുരാൻ നിനക്ക് മറുപടി തരും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. യേശുവിൻ്റെ പൊന്നുമുഖം നോക്കിയപ്പോൾ യേശുവിൻ്റെ തേജസ് നിങ്ങളുടെ മേലെ വന്നു. നീ ദൈവരാജ്യം അന്വേഷിക്കുന്നതിന് മുൻപേ ഉള്ള ജീവിതമല്ല, ദൈവരാജ്യത്തിലേക്ക് നീ കടന്നതിന് ശേഷമുള്ള നിന്റെ ജീവിതം. അവങ്കലേക്ക് നോക്കിയവർ, ക്രിസ്തുവിൻ്റെ പൊന്നുമുഖം നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ് നിന്റെ മേലെ വന്നു. ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല നമ്മൾ. ശത്രുക്കളുടെ മുൻപേ ദൈവം നമുക്ക് മേശ ഒരുക്കി തരുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ട് ഈ എളിയവൾ നിലവിളിച്ചു. കണ്ട, ദൈവസന്നിധിയിൽ നീ നിലവിളിക്കുന്നവളാണെങ്കിൽ ഈ എളിയവൾ, ഈ ചെറിയവൾ നിലവിളിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. സകല കഷ്ടതകളിൽ നിന്ന് അവൻ എന്നെ രക്ഷിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, കഷ്ടതയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. 33.5 വർഷക്കാലം ദൈവത്തിൻ്റെ കൂടെ ഒരു ദൈവ പൈതലി എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു. ശുശ്രൂഷയ്ക്ക് 3.5 വർഷം കൂടെ നിന്നു. 30 വയസ്സുവരെ ജഡത്തിൽ മനുഷ്യരൂപേണ ഭൂമിയിൽ വന്നു. പക്ഷെ 31-ാമത്തെ വയസ്സിലായിരുന്നു സ്നാനപ്പെട്ടപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നു പറഞ്ഞത്. ആ നിമിഷം തൊട്ട് അവൻ്റെ കഷ്ടതകൾ തുടങ്ങി. പക്ഷേ അവനോട് കൂടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നു. ക്രിസ്തു കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കഷ്ടത അനുഭവിക്കണം. പക്ഷെ ദൈവരാജ്യത്തിന് ഒരിക്കലും കൊള്ളരുതാത്ത മക്കളാവരുത്. കഷ്ടതകൾ വന്നാലും നിന്ദകൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്. ക്രിസ്തു എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ മുഖം പ്രകാശിതമായിരിക്കും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായിരുന്നു. ക്രിസ്തുവിൻ്റെ പൊന്നുമുഖം നോക്കിയ മക്കൾ എപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. അണഞ്ഞു പോകത്തില്ല അവരെ വിളക്ക്. സകല കഷ്ടതകളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. കണ്ടാ,
നിന്റെ നിലവിളി കേട്ടാൽ നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. നിന്നെ രക്ഷിക്കാൻ സ്വർഗസ്ഥനായ എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. ഇവിടെ വേറൊരു വചനം നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 27:5-6. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥ ദിവസം വരത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അനർത്ഥ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരും. വേദനകൾ വരും, നിന്ദകൾ വരും, പരിഹാസങ്ങൾ വരും, ഒറ്റപ്പെടൽ വരും. യേശു കർത്താവ് അനുഭവിച്ചതിൻ്റെ ഒരു കടുകുമണി പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദന അനുഭവിച്ചിട്ടില്ല. അത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. അനർത്ഥ ദിവസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതാണെങ്കിൽ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ കൂടാരത്തിൽ ദൈവം നമ്മളെ ഒളിപ്പിക്കും. അനർത്ഥ ദിവസം നമ്മുടെ മേലെ വരുമ്പോൾ ആ അനർത്ഥ ദിവസത്തിൽ നമ്മൾ മരണപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവം നമ്മളെ ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് ദൈവം നമ്മളെ മറയ്ക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. അപ്പൊ തിരുനിവാസം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അകത്ത് നമ്മളെ മറയ്ക്കും. ദുഷ്ടൻ കാണാതെ വണ്ണം നമ്മളെ ഒളിപ്പിക്കും. നമ്മുടെ യാത്രയിലും നമ്മുടെ പോക്കിലും നമ്മുടെ വരവിലും നമ്മളെ എഴുന്നേൽക്കും ഉറക്കുമ്പോഴും എല്ലാം ദൈവം നമ്മളെ മറച്ചു പിടിക്കുകയെന്ന്. ദുഷ്ടൻ നമ്മളെ കാണാതിരിക്കാൻ പൈശാചിക ശക്തി, പാരമ്പര്യക്കെട്ടുകൾ, ഇരുട്ടിൻ്റെ ശക്തി, മന്ത്രവാദങ്ങൾ, അഭിചാരങ്ങൾ എന്ത് നമുക്കെതിരെ വന്നാലും ഒരനർത്ഥവും ദൈവത്തിൻ്റെ മക്കളുടെ കൂടാരത്തിൽ വരികയില്ല. ദൈവം നമ്മളെ മറയ്ക്കും. കണ്ട, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മെ മറക്കും. പാറമ്മേൽ നമ്മളെ ഉയർത്തും. ഏത് പാറ? ക്രിസ്തുവാകുന്ന പാറയിൽ ദൈവം നമ്മളെ ഉയർത്തും. മാനവകുലത്തെ കാണുന്നത് വരെ, നമ്മളെ ശത്രുക്കൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ ദൈവം ക്രിസ്തുവാകുന്ന പാറയിലാണ് ഉറപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചിരിക്കണം. ആ ഉറച്ചിരിക്കുന്ന ദൈവ പൈതലിന് മാത്രമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. പിറകോട്ട് നോക്കിയവർക്ക് ആർക്കും ദൈവരാജ്യത്തിൽ അംഗമാകാൻ പറ്റത്തില്ല. അന്ത്യം വരെ നമ്മൾ ദൈവത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ശ്വാസം പോകുന്നത് വരെ, നമ്മുടെ ജീവൻ പോകുന്നത് വരെ നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണം? യേശു ക്രിസ്തുവിന് ജീവിക്കണം. ആ സമയത്ത് അവൻ നമ്മളെ മറയ്ക്കും. പാറമേൽ നമ്മളെ ഉയർത്തി. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ നമ്മുടെ തല ഉയരും. ഒരുപാട് ശത്രുക്കൾ നമ്മുടെ പിറകെ ഉണ്ട്. പക്ഷെ അവരുടെ മുൻപിലെല്ലാം അവർക്കാണെങ്കിൽ ദൈവം നമ്മുടെ തല ഉയർത്തുമെന്നാണ് പറഞ്ഞത്. ശത്രുക്കൾ കാണും നമ്മൾ നശിച്ചു പോകാൻ നോക്കും, നമ്മുടെ കുടുംബം തകരാൻ നോക്കും, നമ്മുടെ തലമുറകൾ രക്ഷപ്പെടാത്ത രീതിയിലൊക്കെ നോക്കും. നമ്മുടെ അനുഗ്രഹം, നമ്മൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അവർ നമുക്കെതിരെ എന്തും ചെയ്യും. പക്ഷെ അവിടെ എല്ലാം കർത്താവ് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ നമ്മുടെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. കണ്ട, ദൈവത്തിൻ്റെ, ഞാൻ അവൻ്റെ കൂടാരത്തിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ, ദൈവത്തിൻ്റെ ആരാധനയിൽ നമ്മൾ ജയഘോഷങ്ങൾ കർത്താവ് നമുക്ക് ജയം തന്നതാണ്. കാൽവറി ക്രൂശിൽ സർവായുധ വർഗ്ഗങ്ങളും കാൽവറി ക്രൂശിൽ കർത്താവിൻ്റെ കാൽ കീഴിൽ വെപ്പിച്ചതാണ്. ഇനി അവർക്കൊരു ജയമില്ല, അവർക്ക് തോൽവി മാത്രമേ ഉള്ളൂ. കുറച്ച് നമ്മളെ ഭയപ്പെടുത്താൻ വരും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പറയണം, ക്രിസ്തുവാകുന്ന പാറയിൽ എന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും? എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ഒരിക്കലും എന്നെ അവൻ തള്ളിക്കളയാനല്ല വിളിച്ചത്, എന്നെ നശിപ്പിക്കാനല്ല വിളിച്ചത്. അവൻ എന്നെ പാറമേൽ ഉയർത്തും. അല്ലേ? നമ്മുടെ തല ഒരിക്കലും ശത്രുക്കളുടെ മുൻപിൽ തല താഴ്ത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നമ്മളെ അനുവദിക്കത്തില്ല. ഇവിടെ ആവർത്തന പുസ്തകം 11:25 പറയുന്നു, ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അവൻ നിങ്ങളെ പറ്റിയുള്ള ഭയവും ഭീതി നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കുകളിലും വരുത്തും. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടി. ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഒരു മനുഷ്യന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അവൻ നിങ്ങളെ പറ്റിയുള്ള ഭയവും ഭീതി നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കുകളിലും വരുത്തും. ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്, ഒരു മനുഷ്യനല്ല നമ്മളെ വഴി നടത്തുന്നത്. ദിനംതോറും നടത്തുന്നൊരു ദൈവ പൈതലാണ് നിങ്ങൾ. ഒരിക്കലും നമ്മുടെ മുഖം പ്രകാശിതമായി, ഒരിക്കലും നമ്മുടെ മുഖത്തിലെ പ്രകാശം കുറയാൻ പാടില്ല. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ മുഖം വെളിച്ചമായി, കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ മേലെ ഉണ്ടെങ്കിൽ
ഒരിക്കലും ഒരു അനർത്ഥവും നമ്മുടെ ഭവനത്തിൽ വരത്തില്ല. അതുകൊണ്ട് പറയാം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ ദൈവം നമ്മളോട് എന്താണ് സംസാരിച്ചത് അത് മാത്രമേ നടക്കത്തുള്ളൂ. സ്വന്തമായ തീരുമാനങ്ങൾ, സ്വന്തമായ ഇഷ്ടങ്ങളല്ല. ദൈവം, ഒരു ദൈവ പൈതൽ രാവും പകലും ദൈവസന്നിധിയിലിരുന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ആ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് പറയുന്നത്, നിന്റെ ആവശ്യങ്ങൾ ഞാൻ ക്രിസ്തുവിൻ്റെ ധനത്തിനൊത്തവണ്ണം സാധിച്ചു തരുമെന്നാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായിരുന്നു. കണ്ട, ഒരു ശത്രുവിൻ്റെ മുൻപിലും നിങ്ങളുടെ മുഖം ലജ്ജിച്ച് തല താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, ഒരിക്കലും ദൈവരാജ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നോക്കരുത്. മനുഷ്യൻ്റെ വാക്ക് കേൾക്കരുത്. മനുഷ്യൻ നമ്മളെ തളർത്തും, ദൈവം നമ്മളെ വളർത്തും. മനുഷ്യൻ നമുക്ക് തിന്മയ്ക്കായി നടത്തിയത് ദൈവം നമുക്ക് നന്മയ്ക്കായി തരും. നമ്മുടെ മുൻപിൽ ഇന്ന് വിലാപങ്ങൾ വന്നോ, കർത്താവ് പറയും, അത് ഞാൻ നിനക്ക് നൃത്തമാക്കി തരും. നിന്റെ മേലെ ഇരുട്ടാണോ, കർത്താവ് പറയും, എൻ്റെ വെളിച്ചം ഞാൻ നിന്റെ മേലെ പകരുന്നു. നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്നോട് അരുളി ചെയ്തത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മൾ മുറുകെ പിടിക്കണം. പിറകോട്ട് നോക്കരുത്, പിറകോട്ട് പോകരുത്. ദൈവവചനപ്രകാരം നീ ജീവിക്കുവാണെങ്കിൽ നിന്റെ ഹൃദയത്തെ, മനുഷ്യരെല്ലാം നമ്മളെ ഒരുപാട് കുറ്റങ്ങൾ വിധിക്കും, പക്ഷെ ദൈവം ഒരിക്കലും ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള സന്തതികളാണോ നമ്മൾ, ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല. മനുഷ്യൻ കുറ്റം വിധിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറ്റം വിധിക്കത്തില്ല. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ആ തിരുനിവാസത്തിൻ്റെ തിരുനിവാസത്തിൻ്റെ മുൻപിൽ നമ്മൾ കുറ്റക്കാരല്ല. മനുഷ്യൻ എന്തും ചെയ്യും, എന്തും പറയും, അത് അവരുടെ ജോലിയാണ്. അവരുടെ വാക്കിന് ചെവി കേൾക്കാതെ, അവരുടെ വാക്കിന് ചെവി കൊടുക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വാക്കിന് ചെവി കൊടുക്കുക. വാഗ്ദത്ത ദേശത്ത് നമുക്ക് പോകാനുള്ളതാണ്. ഹൃദയം ശുദ്ധിയുള്ളതാക്കി തീരും. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, ജീവിക്കുന്നൊരു ദൈവം. അവൻ മരിച്ചടക്കം ചെയ്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. അവന് സകല കാര്യവും സാധ്യമാണ്. ആ ദൈവം നമ്മളെ കൂടെയുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്, നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ശത്രുക്കളുടെ മുൻപേ മേശ ഒരുക്കി തരുമെന്ന് വാഗ്ദത്ത വചനം പറഞ്ഞിട്ടുണ്ട്. അവിടെ വിശ്വസിക്ക്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായിരുന്നു, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. നമുക്ക് വേദനകൾ വരുമ്പോൾ ആ വേദപുസ്തകം തുറന്ന് ഇങ്ങനെയുള്ള നല്ല വാഗ്ദത്ത വചനങ്ങളൊക്കെ വായിച്ച് നമ്മൾ സന്തോഷമുള്ള മക്കളായി തീരും. ദൈവമക്കളെ, ആ ദൈവം ഈ വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, വാഗ്ദത്വത്തിൽ വിശ്വസ്തനായ ദൈവമേ, വാക്കു പറഞ്ഞാൽ മാറാത്തവനെ, ഇന്ന് ഈ തിരുവചനം കേട്ട അനേകം മക്കൾ ഭാരത്താലും വേദനയിലും കണ്ണുനീരിലും കഷ്ടതയിലും ദുഃഖത്തിലെല്ലാം കഴിയുന്നു കർത്താവേ. ഓരോ ദിവസവും വചനം കേൾക്കാൻ അവർ വെള്ളമുള്ളൊരരുവി തേടുന്ന മാൻപേടയെ പോലെ അവരുടെ ഹൃദയം ദാഹിക്കുന്നു കർത്താവേ. ആ ദാഹമുള്ള മക്കളുടെ മേലെ കർത്താവേ, നീ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട സ്ഥലത്ത് നീരൊഴുക്കുകളും പകരുമെന്ന് പറഞ്ഞ വചനമേ, അവരുടെ ദാഹം അവിടുന്ന് തീർത്തു കൊടുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ദാഹങ്ങൾ തീർത്തു കൊടുക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. പരിശുദ്ധ ആത്മാവേ, ഈ വചനത്തിലൂടെ അവരെ ബലപ്പെടുത്തണം, അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. മനുഷ്യനെ നോക്കാതെ ദൈവത്തിൻ്റെ പൊന്നുമുഖം നോക്കാൻ ഇടവരുത്തണമേ കർത്താവേ. കർത്താവ് അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ആരും തോറ്റുപോകാതെ നശിച്ചു പോകാതെ ദൈവരാജ്യത്തിന് നിയോഗിക്കപ്പെട്ട മക്കളായി തീരട്ടെ കർത്താവേ. നന്ദി കർത്താവേ. അവിടുത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കണ്ണുനീരിലും നിരാശയിലും വേദനയിലും കഴിയുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണമേ കർത്താവേ. പൈശാചിക ശക്തിയിലും പാരമ്പര്യ കെട്ടിലെ അടിമ നുഖത്തിൽ ഇരുട്ടിലും കിടക്കുന്ന മക്കളുണ്ട് കർത്താവേ. അവർ അങ്ങയുടെ പൊന്നുമുഖം കാണുവാനും കേൾക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ദേശത്ത് കർത്താവിൻ്റെ തേജസ് വെളിപ്പെടിട്ട് കർത്താവേ, കർത്താവിൻ്റെ മഹത്വം ഇറങ്ങട്ടെ കർത്താവേ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദി അപ്പാ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി അപ്പാ.